10ാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടി നമ്മളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ? ഓ ശരി, അങ്ങനെ ഉണ്ടായോ? നമ്മള് ഡോക്ടറിനെ കണ്ടിട്ടുണ്ട്, സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടിട്ടുണ്ട് നമ്മൾക്ക് ഇങ്ങനെ മെന്റൽ ഡിപ്രഷൻ വന്നപ്പോ. ഓ ശരി ശരി ശരി. അത് ഒരിക്കലും തെറ്റല്ലല്ലോ. ഇല്ല, തെറ്റില്ല. പുതുവർഷം ഓമൽ ചിരിയോ ചെമ്പകപ്പൂവിതളല്ല, കാണാനിവളോ അമ്പിളി കൊഞ്ചവളല്ല. 4 ആണ് ആ കല്ല ബൗണ്ടറി അടിക്കുമ്പോൾ സീസൺ നോക്കുകയാണെങ്കിലേ നോക്കണോ ഒരു പീഡനവീരൻ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് പല വീഡിയോയിലും. കെട്ടിപ്പിടിച്ച് റീൽ ചെയ്യുന്നു, ആ വ്യക്തി നമ്മളെ പറ്റി പറയുന്നു, അങ്ങനെ പറ്റി ഒരുപാട് സംഭവങ്ങൾ നടന്നു നിന്നു. ഹലോ, നമസ്കാരം. ഞാൻ ദേവപ്രശാന്ത്. നമ്മുടെ ചാനലിൽ സെലിബ്രിറ്റീസുമായിട്ട് ഒരു ഷൂട്ട് നമ്മൾ ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ വളരെയധികം പ്രമുഖരായ വ്യക്തികൾ, അതുകൂടാതെ സെലിബ്രിറ്റീസ്, ഫിലിം സ്റ്റാർസ്, സോഷ്യൽ മീഡിയ വൈറലായിട്ടുള്ള താരങ്ങൾ മുതലായവരെല്ലാം നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യണം നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആലോചിച്ചപ്പോൾ വളരെയധികം വൈബ്രൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് നമുക്ക് തോന്നി. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു പ്രിഫൈസായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കുറച്ചു കാലം മുമ്പ് ഒരു പാട്ട് കേട്ടിട്ടുണ്ടാവും, സിൽസില ഹെ സിൽസില പറഞ്ഞ പാട്ട് നമ്മൾ 10-12 കൊല്ലം മുമ്പ് ഇറങ്ങിയതാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഹരീഷ് കലൂർ എന്തോ ആണ് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ട് വളരെയധികം വൈറലാവുകയും അദ്ദേഹം വളരെ ശ്രദ്ധിക്കപ്പെടുകയെങ്കിലും പെട്ടെന്നുണ്ടായ ഒരു നെഗറ്റീവ് ട്രോളിൻ്റെ മുകളിൽ അദ്ദേഹം ലൈം ലൈറ്റിൽ വരാതെ ഒളിച്ചോടുകയാണ് ചെയ്തത് എന്നാണ് ഞാൻ അറിയാൻ പറ്റിയത്. അദ്ദേഹം അന്ന് പുറത്തു വരാൻ തയ്യാറായിരുന്നെങ്കിൽ ഒരുപക്ഷെ വളരെയധികം ഫേമസ് ആയ ഒരു സ്റ്റാറായിട്ട് അദ്ദേഹം മാറുമായിരുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ തന്നെ പല രീതികളിലും കയറി വന്ന സ്റ്റാർ അതിനുശേഷം വന്നതാണ് നമ്മുടെ തന്നെ പ്രിയങ്കരനായ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടർ. മൾട്ടിപ്പിൾ റോളിൽ സിനിമയ്ക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ചുരുങ്ങിയ ചെലവിൽ, അതായത് അന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ 5 lakh rupees കൊണ്ട് സിനിമ ചെയ്യുക എന്നുള്ളത് അപ്രാപ്യമായിരുന്ന കാലഘട്ടം. ഈവൺ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ പോലും ഒരു 5 lakh to 10 lakh rupees കോസ്റ്റ് വരും നല്ല ലെവലിൽ ചെയ്യണം എന്നുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം നല്ല രീതികളിൽ അദ്ദേഹം സിനിമ ഉണ്ടാവുകയും, എനിക്ക് തോന്നുന്നു A to Z ഓഫ് മൂവി, ക്യാമറമാൻ മുതൽ ഡയറക്ടർ മുതൽ പാട്ടുകൾ മുതൽ ഡാൻസ്, എല്ലാ സാധനങ്ങളും ആർട്ടിസ്റ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിരുന്നത്. അങ്ങനെ അദ്ദേഹം അത് വളരെയധികം ഹിറ്റായി ഫേമസ് ആയി വരികയും, അദ്ദേഹം ഫസ്റ്റ് വന്ന ട്രെൻഡ് എന്ന് പറയുന്നത് നെഗറ്റീവിലൂടെയാണ് അദ്ദേഹം കയറി വന്നത്. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുകയും ഒരുപാട് പേര് ട്രോൾ ചെയ്യുകയും ഒരുപാട് പേര് കളിയാക്കുകയൊക്കെ ചെയ്ത് വന്ന് കുറച്ച് കാലത്തിനുള്ളിൽ അറിയാവുന്നവർക്ക് അറിയാമായിരുന്നു അദ്ദേഹം ബുദ്ധിജീവിയാണ്, അദ്ദേഹം നല്ല നോളജ് ഉണ്ടെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ട്രെൻഡ് നമ്മുടെ മലയാളികൾ മനസ്സിലാക്കിയത് വളരെ കുറച്ച് കാലത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് നല്ല ഈ നോളജ് ഉണ്ടെന്നുള്ളതും അദ്ദേഹത്തിന് എല്ലാം കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ടെന്നും മനസ്സിലാക്കുകയും എല്ലാം ചെയ്തത്. അതേപോലെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അടുത്ത കാലത്തായിട്ട് ടിക്ടോക്കിൻ്റെ കാലഘട്ടം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സെലിബ്രിറ്റികൾ, സ്റ്റാറുകൾ, സോഷ്യൽ മീഡിയ സ്റ്റാറുകളായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ പറയുന്നത് ദാസേട്ടൻ കോഴിക്കോട്, ഫുക്രു, അതുപോലെ തന്നെ ഇപ്പം അടുത്ത കാലത്തായി വന്ന നമ്മുടെ കൊല്ലം സുധിചേട്ടൻ്റെ വൈഫ് രേണു സുധി, ആറാട്ടണ്ണൻ, അതുപോലെ തന്നെ ഒരുപാട് പാല സജി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷേ നോക്കുമ്പോൾ പലരും അത്ര ആക്റ്റീവ് അല്ല ഇന്നത്തെ കാലഘട്ടം. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ ടിക്ടോക്കിൽ നിന്ന് റീൽസിലോട്ടും ഷോർട്സിലോട്ടൊക്കെ മാറി നമുക്ക് വലിയൊരു പ്ലാറ്റ്ഫോംസ് വീണ്ടും കിട്ടുന്നുണ്ട്. എന്നാലും പലരും ഇപ്പോഴും ഒരു മടിച്ചു നിൽക്കുന്ന പോലെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷെ എന്നാലും ഈ കുറച്ച് പേര് നമ്മളിപ്പോൾ കേട്ട രേണു സുധി ആണെങ്കിലും ആറാട്ടണ്ണനാണെങ്കിലും നമ്മുടെ ഒപ്പമുള്ള ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അദ്ദേഹമാണെങ്കിലും നമുക്ക് വളരെയധികം ഫേമസായി നല്ല ആക്റ്റീവായി നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ കയറി വരുന്ന ഒരു ആർട്ടിസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പ്രസ്സിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ന്യൂസ് പേപ്പറിൻ്റെ ഒക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് കൊടുക്കണമെങ്കിൽ നമ്മൾ പെയ്ഡായിട്ട് ദേ ഹാവ് ടു സ്പെൻഡ്, ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് കമ്പനിയുടെയോ ഒരു വ്യക്തിയുടെ നല്ല ആർട്ടിക്കിളോ അല്ലെങ്കിൽ കണ്ടന്റ് കൊടുക്കണമെങ്കിൽ പൈസ കൊടുത്തിട്ട് ചെയ്യണം. പക്ഷേ നേരെ മറിച്ചിട്ട് നെഗറ്റീവ് ന്യൂസ് ആണെങ്കിൽ 10 പൈസ ചിലവില്ലാതെ മാക്സിമം മൈലേജ് കിട്ടും. അങ്ങനെ മൈലേജിൽ കയറി വന്ന ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, സിനിമാ നടന്മാരും നടിമാരുണ്ട്, ഒരുപാട് സാധാരണ വ്യക്തിത്വങ്ങളുണ്ട്. അവരെല്ലാം നമ്മൾ ട്രോൾ ചെയ്യാറുണ്ട്. എന്നാൽ പോലും അവരുടെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ അവർ നെഗറ്റീവിലൂടെ കയറി വരികയും അവരുടെ തനി സ്വരൂപം, അതായത് അവർക്ക് ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, അവർ നല്ല ഇൻ്റലിജൻ്റ് ആൾക്കാരാണ് എന്നുള്ളത് അവർ സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഓക്കെ ഇവർ കയറി വരാൻ വേണ്ടി ഉപയോഗിച്ച ടെക്നിക്കുകളാണ് ഇത് എന്നുള്ളത്. അതിനുശേഷം അവർ വളരെയധികം ഫേമസ് ആയി വരികയും അവർ കറക്റ്റായിട്ട് ലിവറേജ് ചെയ്യുകയും അവരുടെ മേഖലകളിൽ അവർ നമ്പർ 1 ആയി മാറുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ടോപ്പ് ലെവലിൽ എത്തുകയോ ചെയ്തിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഫ്ലോറിൽ വന്നിരിക്കുന്നത് ശ്രീ അലൻ ജോസ് പെരേരയാണ്.
അദ്ദേഹത്തിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ അദ്ദേഹം കുറെ കാലമായിട്ട് ആറാട്ടണ്ണനെ പോലെയും അദ്ദേഹത്തിന് സുഹൃത്താണ്. അപ്പം അദ്ദേഹം വളരെയധികം ട്രെൻഡിങ് ആയിട്ട് ന്യൂസുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ മില്യൺസ് അടിക്കുന്ന ഒരു വീഡിയോ ആണ് അദ്ദേഹത്തിന് കണ്ടന്റ് എന്ന് പറഞ്ഞത്. ഒരു ഫിലിം ക്രിട്ടിക് എന്ന ലെവലിൽ വന്നു, ഒരുപാട് കോമഡികൾ ചെയ്തു, കോമഡി ഡാൻസ്, പാരഡി ഡാൻസ്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം കയറി വരികയും ഇപ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാന്നിധ്യമായി അദ്ദേഹം മാറുകയും ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കല്യാണത്തിനോ അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്യാറുണ്ട്, ബർത്ത്ഡേ വിഷസുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇതാക്കാറുണ്ട്. നമ്മുടെ ആറാട്ടണ്ണനെ പോലെ തന്നെ അദ്ദേഹത്തിനും ഉണ്ട്. അപ്പോൾ അദ്ദേഹം നല്ല ലെവലിൽ ഇപ്പം അറിയപ്പെടുന്ന രീതിയിലായിട്ടുണ്ട്. അദ്ദേഹം ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം മിനി സ്ക്രീനിൽ ഒരു നിറസാന്നിധ്യമായിട്ട് മാറിയിട്ടുണ്ട്, മീനൂസ് കിച്ചൺ എന്നുള്ളതിൽ. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം നമ്മൾ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പറഞ്ഞാൽ ഇപ്പോഴും ഒരു നെഗറ്റീവ് രീതിയിലാണ് ആൾക്കാർ കാണുന്നത്, അദ്ദേഹത്തിന് ഒരു കോമഡി ക്യാരക്ടറായിട്ട് കാണുന്നുണ്ട്. അതല്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു സ്റ്റഫുണ്ട്, അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ ഉണ്ട്, അദ്ദേഹത്തിന് കുടുംബമുണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയില്ല. അദ്ദേഹം പല ഇൻ്റർവ്യൂകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു തുറന്നു പറച്ചിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ നമുക്ക് ഈ ഒരു ഫ്ലോറ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓപ്പണായിട്ട് സംസാരത്തിന് വേണ്ടിയിട്ടും നമുക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്ന് സംസാരത്തിന് വേണ്ടിയിട്ടും എല്ലാം, വിവാദങ്ങൾ പല കാര്യങ്ങളെ പറ്റിയിട്ടും എല്ലാം അദ്ദേഹം തുറന്ന് സംസാരിക്കുന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വീകരിക്കാം, ആർദ്രമായി വെൽക്കം ചെയ്യാം. ഹലോ മിസ്റ്റർ അലൻ, ഹായ്, വെൽക്കം ടു നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്ലോർ ഓപ്പൺ ചെയ്യുകയാണ്. ഈ താങ്കൾക്ക് മനസ്സിലുള്ളത് മുഴുവൻ തുറന്നു പറയാനുള്ള ഒരു അവസരമാണിത്. കാരണം എന്താ പറഞ്ഞാൽ പലപ്പോഴും ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഒരു റെസ്ട്രിക്ഷൻ വെക്കാറുണ്ട്. ആ റെസ്ട്രിക്ഷൻ ഇല്ലാതെ എന്തും തുറന്നു പറയാനുള്ള ഒരു വിവാദങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ തുറന്നു പറയാം. അതുപോലെ കൂടുതലും നമ്മളെ ആങ്കർ ചെയ്തിട്ടുള്ളത് ഒരു റീച്ചിന് വേണ്ടി ലേഡീസ് ആയിട്ടുള്ള ആങ്കറിങ് ആയിരുന്നു പലതും. അപ്പൊ അതില് പലതും ചില ആൾക്കാര് ചില സമയത്ത് ഒരു ഘട്ടത്തില് ഈ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ലേഡീസ് ആങ്കർ ചെയ്താൽ മാത്രമേ ഹിറ്റ് ആവൂ എന്നൊരു ടോക്ക് ഉണ്ട് പൊതുവെ. പക്ഷെ അങ്ങനെയല്ല, ജെൻസ് ആങ്കർ ചെയ്യുന്ന വീഡിയോകളും ഇന്റർവ്യൂകളും ഞാനും ചെയ്തിട്ടുണ്ട്. ഇപ്പോ എടുത്ത് പറഞ്ഞ പോപ്പിൻസ് ആണെങ്കിലും മാപ്സ്റ്റിക് ആണെങ്കിലും ഞാൻ ജെൻസ് തന്നെ ആങ്കർ ചെയ്തിട്ടുണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷെ പൊതുവെ നോക്കുമ്പോൾ ഗേൾസിന്റെ ആങ്കർ ചെയ്ത പല പ്രോഗ്രാമും വൈറലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചില ആൾക്കാർക്ക് പുറകിന്നൊരു കുത്തലുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ തിരിക്കുന്ന സ്പേസ് അറിയാമല്ലോ, ഒരു ഡിസ്റ്റൻസ് എത്ര മീറ്റർ ഉണ്ടാവും ഡിസ്റ്റൻസ്? ഇപ്പൊ ഹാർഡ്ലി ഒരു കയ്യെത്തും ദൂരെ എന്ന് പറയാം. കയ്യെത്തും ദൂരെ, എന്നാലും സേഫ് അല്ലേ? സേഫ് ആണ്. ഇപ്പൊ ഇവിടെ ലേഡി ഇരുന്നാലും നമ്മൾ ആക്രമിക്കും? ഇല്ല, പ്രത്യേകിച്ച് ക്യാമറയുടെ മുമ്പിൽ ആക്രമിക്കും. അപ്പോ നമ്മള് ഇപ്പൊ എന്നെ പറ്റി പല ആൾക്കാരും താങ്കൾക്ക് ആങ്കർ ചെയ്യാൻ ഇപ്പൊ പെൺകുട്ടികൾ പേടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് മുന്നിലേക്കാണ് ഇപ്പൊ ഒരു ഇന്റർവ്യൂ വൈറ്റ്സ് ഫാമിലി ചാനല് എടുത്തു പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ BTS പുറത്തു വിട്ടു. BTS എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ സ്ക്രീൻ വെച്ചുള്ള ഒരു ഇന്റർവ്യൂ. കാരണം നമ്മൾ ഇരിക്കുന്ന സംഭവം വെച്ചുള്ള ഒറ്റ ഫ്രെയിമിൽ രണ്ടുപേരും കാണിക്കുന്ന രീതിയിൽ തന്നെ ആങ്കർ ചെയ്യുന്ന രീതി. അപ്പോ അങ്ങനത്തെ ഒരു സംഭവം വന്നെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒരു പോസിറ്റീവ്നെസ് ഉണ്ട് ചില നമ്മുടെ കാര്യത്തിൽ ചില പെൺകുട്ടികൾക്ക്. പക്ഷെ ചില ആങ്കർമാർക്ക് ഇപ്പോ വൈറലാവുന്ന ആൾക്കാർ എല്ലാവരെയും പിടിച്ച് ഇന്റർവ്യൂ ചെയ്യാനുള്ളൊരു ഇതില്ല. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ ആരെയും കടിച്ചു ചെയ്ത് തീരാൻ പോണൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഞാൻ ലൈവ് എന്ന് പറഞ്ഞ സംഭവം ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്റെ ബേസൽ ലൈവ് പറഞ്ഞ കല്യാണത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെന്റെ അച്ഛന്റെ അമ്മയും അമ്മയുടെ അമ്മയും എന്നെ 18-ാം വയസ്സ് തുടങ്ങി നിരന്തരം കളിയാക്കും. അത് നമുക്ക് പെട്ടെന്ന് മെന്റലി മൈൻഡ് മാറിയോണ്ടാണ് അങ്ങനത്തെ വീഡിയോ ചെയ്യേണ്ടി വന്നത്. കാരണം എനിക്ക് കല്യാണം അയക്കണം, ഇപ്പൊ തന്നെ കിട്ടണം എന്നൊക്കെ പറഞ്ഞ വീഡിയോ 21 വയസ്സോട് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ 24 വയസ്സായി, 21 വയസ്സിലേക്ക് കിടക്കുന്നു. പക്ഷെ നമുക്കൊരു ടൈം ഇപ്പോ അത്യാവശ്യം മീനൂസ് കിച്ചൺ പറഞ്ഞ സീരിയലിലൊക്കെ ക്യാരക്ടർ വേഷം സീരിയസ് ആണ്. ഇപ്പൊ ബ്രോക്കറായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ കല്യാണത്തിന് ഇപ്പൊ ബ്രോക്കർ ഞാൻ ഫോട്ടോ കൊടുത്ത് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ തന്നെ ഉണ്ടാവും, 3-4 മാസം കൂടി ഉണ്ടാവും. കറക്റ്റ് മാസം പറയുന്നില്ല, ഈ വർഷം വരെ ഉണ്ടാവും. അപ്പോ നിലവില് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം മാത്രമല്ല, നമുക്കൊരു എന്താ പറയാ 2 കാലം നിൽക്കുക. അല്ലാണ്ട് പെട്ടെന്ന് ഇപ്പോ ആറട്ടന് വലിയ ജോസ്പരൊക്കെ എല്ലാം കഴിക്കുന്നില്ല എന്നല്ല. കാരണം ആറട്ടന് ബേസിക്കലി ക്യാഷ് ഉണ്ട്. പുള്ളിയുടെ പല പോയിന്റ്സുകൾ ആൾക്കാർക്ക് ഇത് ദഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് പുള്ളിക്ക് പേഴ്സണലി കല്യാണം വരാത്തത്. കാരണം പുള്ളിക്ക്
ഏകദേശം നെറ്റ് വർത്ത് നെറ്റ് എന്ന് പറഞ്ഞാൽ അത് ഉള്ളത് 3 കോടിയാണ്. അത് പുള്ളിക്ക് കൊടുത്തിട്ടില്ല. ആരാണ്? പുള്ളി അനിയത്തിമാരെ കുറച്ച് കൊടുക്കാനുണ്ട്. കാരണം സ്വത്ത് പുള്ളിയുടെ പേരിലേക്ക് ആയിട്ടില്ല. ആയാൽ പോലും പെട്ടെന്ന് ഇപ്പോ ചേട്ടൻ്റെ ഇപ്പൊ ഒരു 10 കോടി രൂപ ആസ്തിയുണ്ട് എന്നും പറഞ്ഞൊരു പെൺകുട്ടി താങ്കളുടെ ലൈഫിലേക്ക് കടന്നു വരും? ഇല്ല. പക്ഷെ പുള്ളിക്ക് പേഴ്സണാലിറ്റി കൂടുതലാണ്. കാരണം PhD ഉണ്ടായിട്ടുണ്ടെന്ന്, നോളേജ് ഉണ്ട്, ഫിലോസഫർ ആണ്, ഒരുപാട് ബുക്സ് റീഡ് ചെയ്യുന്ന ആളാണ്, അങ്ങനെയുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഈ പുറം രാജ്യം എന്നുള്ള ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി ബിസിനസ് മൈൻഡ്, അല്ലെങ്കിൽ ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഉള്ള ഒരു പ്രൊഫഷൻ മൈൻഡിലുള്ള ഒരു പെൺകുട്ടികളെ താല്പര്യമല്ല, പുള്ളിയെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു കൊച്ചി വൈബ് അല്ലെങ്കിൽ ഒരു എന്താ പബ് ലൈഫൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇവിടെ ലൈഫിലേക്ക് വരാൻ ചാൻസ് 50-50 ചാൻസാ. വന്നാൽ പോലും പുള്ളിയുടെ ഒരു കാര്യങ്ങൾ കൊണ്ട് പെട്ടെന്ന് പാടാണ്. എന്നാലും പുള്ളിക്ക് കൺട്രോൾ ചെയ്യാം. ഈ ലൈവും കാര്യങ്ങളും പുള്ളിയുടെ ഈ അസന്തോഷവർക്ക് ആറട്ടെന്ന പേജ് നിർത്തി ഒരു ഷോപ്പൊക്കെ ഇട്ട് മാന്യമായിട്ട് പോയി. ഞാനിപ്പോ അങ്ങനെ ചിന്തിക്കും. എന്റെ AJP സ്റ്റോർ എന്ന് പറഞ്ഞ് നമ്മള് 3 മാസത്തിനുള്ളിൽ ആലോചിക്കുന്നുണ്ട്. ബേക്കറി ഉണ്ട്, ഹോട്ടലുണ്ട്, തിയേറ്റർ ഉണ്ട്, അങ്ങനെ ഒരു പല രീതിയിൽ പ്ലാനിങ് ഉണ്ട്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങിലേക്ക് വരാൻ നമുക്ക് കുറച്ച് ക്യാഷ് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോ കിട്ടുന്ന പൈസ അതിനു വേണ്ടിയുള്ളൊരു സേവിങ്സ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചിന്തിക്കുന്നുണ്ട്. എത്ര ഞാനിപ്പം പറയാൻ പറ്റുവാണെങ്കിൽ, ക്യാമറ മുന്നിൽ പറയാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ചോദിക്കാം. നമുക്ക് എനിക്ക് തോന്നുന്നു താങ്കൾ ഈ ആറട്ടനെ പോലെ തന്നെ നമുക്ക് ഒരു മേ ബി വിഷ് ചെയ്യുമ്പോഴും ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ പേയ്മെന്റ് കിട്ടാറുണ്ടോ? വിഷയമ്മ ഞാൻ മേടിക്കാനുള്ള 2000 മുതൽ 3000, 4000 വരെ ഒരു വീഡിയോക്ക്. അത് ഗൾഫിലെ ആൾക്കാർക്കാണ് ആ റേറ്റ്. പിന്നെ നോർമലായിട്ട് കേരളത്തിലെ ആൾക്കാര് 2000 പറയുമ്പോ കുറക്കാൻ പറയും. അപ്പൊ 1000, 500, 300 അങ്ങനെ 200 വരെയൊക്കെ പോകാറുണ്ട്. എന്നാലും ഒരു ദിവസം ഡെയിലി പേയ്മെന്റ് ഞാൻ പറയാം. ഡെയിലി ഒരാൾക്ക് ശരാശരി എത്ര കിട്ടും സർവർ? സാധാരണ ഒരാൾക്ക്, സാധാരണ ഒരു പണിക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, സാധാരണക്കാരന് ലേമനാണെങ്കിലും മേ ബി ഒരു 1200 രൂപയൊക്കെയാണ് സാധാരണ ഒരു സാലറി എന്നുള്ള, അല്ലെങ്കിൽ മറ്റേ ഡെയിലി വേജസ് എന്നുള്ള ലെവലിൽ വരുന്നത്. നേരെ പറഞ്ഞ ഒരു IT കമ്പനിയിലൊക്കെ ആകുമ്പോൾ മേ ബി 5000 രൂപ വരെയൊക്കെ ഒരു പക്ഷേ ഒരു ആൾക്കാർ സാലറി വെച്ചിട്ട് ചിലപ്പോൾ 1.5 ലക്ഷം 2 ലക്ഷം രൂപ ശമ്പളമുള്ള ആൾക്കാരുണ്ടല്ലോ ഇൻഫോ പാർക്കിലേക്ക് പഠിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അത്രയൊക്കെ ഉണ്ടാവുമായിരിക്കാം. ഒരു പക്ഷേ ഒരു 5000 രൂപ 10000 രൂപ വരെ കിട്ടും. കാരണം എനിക്ക് ഒരു 1 ഡേ എനിക്ക് കിട്ടുന്ന 6000 മുതൽ 12300 രൂപ വരെ. അടിപൊളി. ചിലപ്പോ അത് 4000 കുറഞ്ഞേക്കാം. എന്നാലും ഒരു പേയ്മെന്റ് ഷെഡ്യൂളിംഗ് ഉണ്ടല്ലോ കറക്റ്റ് ആയിട്ടൊരു, അത് ചെലവാകുന്ന രീതികൾ മറ്റേ വ്യത്യസ്തമാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഡേ ബൈ ഡേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പേഴ്സണലി ഉണ്ടാവും, പിന്നെ വ്യക്തിപരമായിട്ട് സഹായിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോ ചിലവായി പോകും. എന്നാലും കുറച്ചൊക്കെ സേവിങ്സ് ഉണ്ട്. എങ്കിലും പ്രോഗ്രാംസിൽ ഞാൻ മേടിക്കുന്നത് ഒരു വർക്കിന് 10K മുതൽ 50K വരെ മേടിക്കുന്നു. ശരി. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഒരുപാട് കടങ്ങൾ ബാധ്യതകൾ കൊണ്ട് അതൊക്കെ സഹായിക്കാറുണ്ട് വീട്ടിലേക്ക്. അപ്പൊ ഏകദേശം ഒരു മാസം പറയുകയാണെങ്കിൽ 2 ലക്ഷം രൂപയുടെ മീതെ ഉണ്ടാക്കുന്ന ഒരു IT പ്രൊഫഷണലിനെക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഒപ്പം ഉള്ള അലൻ ജോസ് പെരേര. ഒരു വേദന പറയാനുള്ളത്, അമ്മൂമ്മക്ക് സുഖമില്ല. ശരി. എന്തുപറ്റി? അമ്മൂമ്മക്ക് ഇപ്പൊ മറ്റേ വയറ്റിലെന്ത് മുഴയേറ്റുണ്ട്. ശരി. മരണം അമ്മൂമ്മ തന്നെ പറഞ്ഞു. ഡോക്ടർമാര് സ്ഥിരീകരിച്ചിട്ടില്ല മരണം ദൈവത്തിന്റെ കയ്യിലാണ് എപ്പോ മരിക്കും എന്നുള്ള. പക്ഷെ അമ്മൂമ്മ പറഞ്ഞു ഇപ്പൊ മരിക്കും എന്ന് പറഞ്ഞു. കാരണം അതുകൊണ്ടൊരു പേടിയുണ്ട്. 25-ാം തീയതി ഡേറ്റാ ഡോക്ടറിനെ കണ്ട് കറക്റ്റ് കാര്യങ്ങൾ സ്കാൻ ചെയ്ത് കൃത്യമാണ്. ഒരുപാട് ഇപ്പൊ ഇത് പറയാൻ കാര്യം, ഇതിപ്പോ ഡേ ബൈ ഡേ ഇപ്പൊ ഞാൻ പലപ്പോഴും വീട്ടിലിരിക്കുന്ന സാഹചര്യം വരുമല്ലോ. അപ്പൊ അത് ഒരുപാട് നെയ്ബേഴ്സ് അങ്ങനെ വരാറില്ല. ഞാനിങ്ങനെ വൈറലായി കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് പല നെയ്ബേഴ്സിലെ ആൾക്കാർ പലരും ലേഡീസ് ആയിട്ടുള്ള ആൾക്കാരാ. പക്ഷെ ഏജ് ഉള്ള ആൾക്കാരാ കൂടുതലും. ഈ 60-50 എബോ ഉള്ള ആൾക്കാർ, അവർക്ക് റെസ്പെക്ട് ഉണ്ട് കേട്ടോ. കാരണം മോനെ നിന്നെ എനിക്ക് നിങ്ങൾ മനസ്സിലാകുന്നുണ്ട്, വീഡിയോസ് കാണാറുണ്ടെന്നാലും നീ എന്നോട് എങ്ങനെ പെരുമാറും എന്നല്ല ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. നീ എങ്ങനെ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ തലകൊത്തി പറഞ്ഞാലും ഇത് പറഞ്ഞ നടൻ മാത്രമല്ല കേട്ടോ. നിമിഷ ബിജു എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. അവള് പെട്ടെന്ന് പറഞ്ഞു, ചേച്ചി പറഞ്ഞെന്ന് പറഞ്ഞാൽ അലിൻ ജോസ് പെരേര എന്ന വ്യക്തി ചേച്ചിയുടെ ലൈവ് കണ്ടാലും ഞാൻ എങ്ങനെ ചേച്ചിയോട് ബിഹേവ് ചെയ്യുന്നു അതുപോലെയാണ് അവൻ. കുഴപ്പമില്ല, എന്നോട് ബിഹേവ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നു, അതുപോലെ ഞാൻ തിരിച്ച് ബിഹേവ് ചെയ്യുന്നു.
അല്ലാണ്ട് ഇപ്പൊ എനിക്കുള്ള വിവാദങ്ങള് ചേച്ചി കാണുന്നത് മറ്റേ നോക്കുന്നില്ല ചേച്ചി പറഞ്ഞു. കാരണം നിമിഷ ബിജു അത്യാവശ്യം സിനിമകളിലും സീരിയലുകളിലൊക്കെ നിറസാന്നിധ്യമാണ്, യൂട്യൂബിലൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റുകൾ നമ്മളെ ബഹുമാനിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ചേച്ചിന്റെ ഹസ്ബൻഡിന്റെ ചരമാശുപത്രി പോയപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ വന്നു, അത് വൈറലായില്ല. പക്ഷെ ആ വീഡിയോ വന്നിരുന്നു 2-3K 4K ആയിട്ട് വ്യൂസ് ആയിട്ടുള്ളൂ. എന്നാലും ഞാൻ പറയണമല്ല, കാരണം അന്ന് മറ്റേ പിറ്റേ ദിവസം ചോട്ടാമുമ്പ് റിലീസ് ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് 2 സ്റ്റെപ്സ് എനിക്ക് വെക്കേണ്ടി വന്നത്. കാരണം ലാലേട്ടന്റെ ഭയങ്കര ആരാധകന. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും ഓൺലൈൻ മീഡിയാസ് ഒന്നും ചുറ്റിലുണ്ട്, ഇപ്പൊ നമുക്ക് ചോട്ടാമുമ്പിന്റെ പ്രൊമോഷൻ അവരെ വിളിപ്പിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല, അറിയാലോ ലാലേട്ടന്റെ മുൻപൊന്നും എനിക്ക് പോയി ചെയ്യാൻ പറ്റില്ല. അപ്പൊ പെട്ടെന്ന് ക്ലിക്ക് ആവുന്നത് ആ ഒരു റീലാണ്, മനസ്സിലായി. അല്ലാണ്ട് നമുക്ക് ഈ കൊല്ല സുധിച്ചേട്ടനോട് ബഹുമാനില്ലാത്തോണ്ടല്ല, മനസ്സിലായി. നമുക്ക് ആ ചേട്ടന്റെ പ്രോഗ്രാം ഈ മരണാന്തരമായിട്ടുള്ള 2 വർഷത്തെ ചടങ്ങുകളൊക്കെ പള്ളി വെച്ചൊക്കെ നടന്നത്. വീട്ടിലെ പ്രാർത്ഥനയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ ഒരു കൊച്ചിന് ഒരു ഡാൻസ് കാണുമെന്ന് പറയാം. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാണ്ട് ചോട്ടാകുമ്പോ സാധനം പ്ലാൻ ചെയ്തതല്ല. പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് നാളെ ചോട്ടാകുമ്പോ ആളെ റിലീസ് ഒന്ന് മനസ്സിൽ കണ്ടപ്പോ പെട്ടെന്ന് ആ സാധനം പാട്ട് പാടും. പുതുവർഷം കാണാറുമ നാളത്തെ നേരം കേൾക്കാനും നമ്മൾ നേരം ഒന്നായി തിരും നാളത്തെ ഒരുങ്ങി വന്ന ഇന്നലെ നേരം കറക്റ്റ് വേർഡ്സ് അറിയില്ല, നന്നായിട്ട് സൂപ്പർ. ആ ഒരു പടം ഭയങ്കര എനിക്ക് ഫാൻ ബോയ് മൊമെന്റ് ആണ്. കാരണം ഞാൻ ബേസിക്കലി ദിലീപേട്ട ഫാനാണ്, പക്ഷെ എങ്കിലും നമ്മള് ലാലേട്ടന്റെ 1-2 പടങ്ങൾ എന്നെ ഫാൻ ആക്കിയിട്ടുണ്ട്. ഒന്ന് ചോട്ടാമുംബൈയും, പിന്നെ റൺ ബേബി റണ്ണ്, പിന്നെ ഇട്ടിമണി മെയ്ഡ് ഇൻ ചൈന, 2020, അങ്ങനെ കുറച്ച് പടങ്ങൾ ലാലേട്ടന്റെ ഒരു സ്ഥിരം വാച്ചബിൾ മൂവീസ് ആണ്. കാരണം ഒരുപാട് മൂവീസ് ഉണ്ടെങ്കിൽ പോലും ഇത് കാണുമ്പോൾ ഭയങ്കര മൈൻഡ് റിലീഫ് വരാറുണ്ട്. കാരണം സാധാരണ ദിലീപേട്ടനാണ് ഇങ്ങനത്തെ കോമഡി റോൾസ് ഒക്കെ ചെയ്യുന്നത്. പക്ഷെ തലേന്ന് പറഞ്ഞ ക്യാരക്ടർ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ദിലീപേട്ടനാണ് ചെയ്യേണ്ടത്. പക്ഷെ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ചെയ്തോണ്ടിരിക്കുന്ന ദിലീപേട്ടനാണല്ലോ കോമഡി. പക്ഷെ അതിൽ നിന്നും ഇപ്പൊ നരസിംഹം, നാട്ടുരാജാവ് പോലത്തെ ഒരു മീശ വിരിക്കുന്ന ഒരു റോളിൽ നിന്നും ലാലേട്ടൻ അങ്ങനത്തെ ഒരു റോൾ ഇറങ്ങി ചെയ്തല്ലോ. അപ്പൊ അദ്ദേഹത്തിന് ഒരു റെസ്പെക്ട് കൊണ്ട് ചെയ്യണം. എന്നാലും ഒന്നുകൂടി അദ്ദേഹം ഒരു ബോൺ ആക്ടർ, എന്താ പറയുക, ഏത് വെർസറ്റൈൽ കണ്ടീഷനിലും അല്ലെ ഏത് തരത്തിൽ റോൾ കൊടുത്താലും ചെയ്യാൻ പറ്റുന്ന ചുരുക്കം നടന്മാരിൽ ഇന്ത്യയിൽ കിട്ടുന്ന. പക്ഷെ ഇപ്പൊ നിലവിൽ പുള്ളി വലിയ കോമഡി ചെയ്യുന്നില്ല. പക്ഷെ തുടരുന്നൂല് 1-2 ഡാൻസ് സ്റ്റെപ്പിൽ കോമഡി ചെയ്യുന്നു. മറ്റേ എന്താ പറയാ NGC ഒരു പാട്ടിലും പിന്നെ ശാന്തമി ഈ രാത്രി ആ ഒരു സംഭവത്തിൽ ആ ഒരു ഡാൻസ് സ്റ്റെപ്പ് എനിക്ക് ചിരി വന്നു. ഫുൾ പടം സീരിയസ് ആണ് തുടരും. പക്ഷെ ആ ഒരു സംഭവം പിന്നെ കാറിൽ ഓടിക്കുന്ന കാർ ഡ്രൈവർ ആയിട്ടുള്ള പുള്ളി അതൊരു കോമഡി വരുത്തിയിട്ടുണ്ട്. കോമഡി പ്ലസ് ത്രില്ലിംഗ് ആണത്, ചെറുതായിട്ട് ഫുൾ ത്രില്ലിംഗ് ആണ്. പക്ഷെ കോമഡി ഉണ്ടാക്കി വെച്ചു. കാരണം അത് സൗദി വെള്ളക്കയുടെ ഡയറക്ടർ ചെയ്തെന്ന് പറഞ്ഞപ്പോ അഭിമാനിക്കണം. കാരണം സൗദി വെള്ളക്കയും ഓപ്പറേഷന്റെ അവയും സീരിയസ് ആയിരുന്നു. അപ്പൊ ഇതൊരു ഡാർക്ക് കോമഡി രൂപത്തിലാണ് പുള്ളി കൊണ്ടുവന്നു. കോമഡി ചെറുതായിട്ട് കൊണ്ടുവന്നെങ്കിലും കുഴപ്പമില്ലാത്തതുകൊണ്ട്. ലാലേട്ടനാണോ മമ്മൂട്ടിയാണോ താങ്കളുടെ പേഴ്സണൽ ചോയ്സ്? അതായത് എല്ലാവരും പറയുള്ളൂ ഞാൻ ഫാൻ ബോയ് എന്ന് പറയുമ്പോൾ ലാലേട്ടനാണോ മമ്മൂട്ടിയാണോ? ലാലേട്ടനായിരിക്കാം പേഴ്സണലി. നമുക്കിന് ഇഷ്ടമാണ്, ഇല്ലെന്നല്ല. പക്ഷെ ഫേവറേറ്റ് മൂവീസ് ലാലേട്ടനായിരിക്കാം. നിങ്ങൾക്ക് മറ്റേ ഈ ഏതെങ്കിലും ഒരു സിനിമയിലത്തെ ഡയലോഗ് പറയാൻ പറ്റുമോ? കിങ്ങിലത്തെ ആ ഡയലോഗ്, ഏതെങ്കിലും ഡയലോഗ് അറിയോ? പെരിച്ചായി പറയൂ, ഒരു ഡയലോഗ് പറയൂ, നമ്മുടെ പ്രേക്ഷകർ കാണട്ടെ. ലാലേട്ടന്റെ അതേ ശബ്ദം വരില്ല, എന്നാലും ഡയലോഗ് പറയാം. അത് 4 ആണ്. ആ കല്ല ബൗണ്ടറി സീസൺ നോക്കണോ അത് കറക്റ്റ് കിട്ടാൻ കാരണം പെരിച്ചായി ലൊക്കേഷൻ ഞാൻ വർക്ക് ചെയ്താ ജൂനിയർ ആർട്ടിസ്റ്റ്. ഫസ്റ്റ് കാല് കാണിച്ച് അഭിനയിച്ചെന്ന് പറയാം. കാല് മാത്രമേ കാണിച്ചുള്ളൂ. ഞാൻ കുറെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിനിമയെന്ന്. പക്ഷെ അത് തുടക്കമല്ലേ, അറിയപ്പെട്ടിട്ടില്ലല്ലോ. അന്ന് എന്റെ അമ്മ അനിയത്തി ആൻമരിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആൻമരിയ സനൂപിന് കൈ കൊടുത്ത ആക്ടർ സനൂപില്ലേ, സനൂപ് മങ്കിപ്പനൊക്കെ ഇറങ്ങിയ സമയത്തായിരുന്നു. മങ്കിപ്പൻ ഇറങ്ങി അടുത്തത് പെരിച്ചായി ആയിരുന്നു, ഒരു ചെറിയ ക്യാമിയോ റോൾ. പക്ഷെ അത് ലാലേട്ടനെ അത്രയും ഡിസ്റ്റൻസിൽ കണ്ട് വർത്തമാനം പറഞ്ഞില്ല, എന്നാലും ലാലേട്ടനെ അഭിനയം കണ്ട് പഠിച്ചിരുന്നു. അഭിനയിക്കുമാറാവട്ടെ, അതിന് ചാൻസ് കിട്ടട്ടെ. പിന്നെ അതുകൂടാതെ തന്നെ ഈ മങ്കിപ്പെന്നിന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ എപ്പോഴാണ് ഈ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് ആർട്ടിസ്റ്റ് ആയിട്ട് വരാൻ, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണോ സ്റ്റാർട്ട് ചെയ്തത്? എവിടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക്? നമ്മള് ബേസിക്കലി ഒരു പണിക്ക് പോയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട്. ഫസ്റ്റ് വൈറലായ തുടങ്ങി
ചിലപ്പോ മറ്റേ ആൾക്കാർക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് ആ ടോക്ക് ഇട്ടത്. നമ്മൾ പണിക്ക് പോണില്ല, അപ്പൊ നമ്മുടെ പൈസ മതിയല്ലോ ജീവിക്കാൻ ടോക്ക് ഇട്ടിരുന്നു, കണ്ടിരുന്നു. അപ്പൊ ആ ടോക്ക് ഇടാൻ കാരണം വെറുതെ എന്തിനാണ് നമ്മൾ ഇമോഷണൽ ആദ്യമേ പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ, പിന്നീട് പറയാമല്ലോ. കാരണം നമ്മള് പെട്രോൾ പമ്പിൽ പോയിട്ടുണ്ട്, 1 hour 45 ആയിരുന്നു, 45K അല്ല 45 പള്ളുടുത്തില്. അപ്പൊ ഡെയിലി 600 രൂപ ആ രീതിയിലാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ 2 വർഷം 2 year 2019 18 വയസ്സ് മുതൽ ഒരു 21 വയസ്സ് വരെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നാണോ ബ്രേക്ക് കിട്ടിയത്? അവിടെ നിന്ന് ഒരു ഗിരീഷൻ എന്ന് പറഞ്ഞ പുള്ളിയാണ്, മറ്റേ റോഷാണ്ടു സാറിന്റെ ഒക്കെ ഒരു വലങ്കയായിരുന്നു ഗിരീഷൻ. വലങ്കൈ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ എല്ലാ പടങ്ങളിലും ഈ പറഞ്ഞ ഗിരീഷൻ ചേട്ടൻ ഉണ്ടാവും. കാരണം കായംകുളം കൊച്ചുണ്ണിയിലാണെങ്കിലും സ്കൂൾ ബസ്സിലാണെങ്കിലും പുള്ളിക്ക് നല്ല വേഷം ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ പുള്ളി മുഖേന 2-3 കോർഡിനേറ്റർമാരെ മുട്ടിച്ചു വന്നു. റസാഖ് പട്ടാഞ്ചേരി, പിന്നെ ഉണ്ണികൃഷ്ണനെ മുട്ടിച്ചു വന്നിട്ട് അങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കാർഡൊക്കെ എടുത്തിരുന്നു. കാർഡ് വെച്ചെടുത്ത 2 പടങ്ങൾ റിലീസായിട്ടില്ല. എന്താ പറഞ്ഞ മാമാങ്കത്തിൽ പോയിരുന്നു, പക്ഷെ കാണിച്ചില്ല. പക്ഷെ മമ്മൂക്കനെ കാണാൻ പറ്റുന്നു, ഇങ്ങനെ അടുത്തടുത്ത് കാണാൻ പറ്റി. പിന്നെ ചങ്കൂറ്റം എന്ന പടം വന്നത്, അത് പിന്നെ മാർട്ടിൻ എന്ന പടമായിട്ട് മാറി. പിന്നെ അത് ട്രെയിലർ മാത്രം ഇറങ്ങി. മാർട്ടിൻ എന്ന പടത്തിൽ നമ്മൾ വർക്ക് ചെയ്തിരുന്നു, സലിം കുമാറിന്റെ ഒപ്പം ഒരു സീനുള്ളായിരുന്നു. അത് ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാനുണ്ട്. പിന്നെ അത് ഫസ്റ്റ് ഫേസ് റിവീൽ ചെയ്തത് കാന്താരി എന്ന സിനിമയിലാണ്, 2015 ഇറങ്ങിയ സിനിമ. അത് മരിച്ച വീട്ടില് ഒരു 12-15 ആർട്ടിസ്റ്റുകളുണ്ട്. ഇങ്ങനെ ക്രൗഡ് എന്ന് പറയാൻ പറ്റില്ല, ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ക്രൗഡാണല്ലോ, 10-20 പേരുണ്ടാവും. ഇതൊരു 15 ആർട്ടിസ്റ്റ് എന്ന് പറയാം, കാരണം ആൾക്കാരെ കളിയാക്കുമ്പോഴല്ലോ. അപ്പൊ അത്രയും പേരുടെ ഒരു കൂട്ടത്തിൽ നമ്മളെ ഫേസ് റിവീൽ ചെയ്തു. അതിട്ടപ്പോഴും പുള്ളി പണ്ടേ തുടങ്ങിയെന്ന് പറഞ്ഞ് കമന്റ് വന്നിരുന്നു ഇത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടപ്പോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അച്ചായസിൽ അഭിനയിച്ചിരുന്നു. ഫേസ് അത്ര വലിയ റിവീൽ ആയില്ല, ഒരു ബ്ലറായിട്ട് നിപ്പുണ്ട്. അത് ഉണ്ണിമൂന്നിന്റെ ഒപ്പമാണ് ചെയ്തത്. അതിന്റെ ഡിലീറ്റഡ് സീനില് ഞാൻ നമ്മളെ ഇത് കാണിക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാവും, നോക്കിയാൽ മനസ്സിലാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് 2019 ഡ്രൈവിംഗ് ലൈസൻസ്, അതില് പകുതി മുഖമായിട്ടാണ്, അങ്ങനെ പാളിച്ച പറ്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2022 തല്ലുമാല ചെയ്തത്. തല്ലുമാല ചെയ്തപ്പോ ട്രെയിലറിൽ എന്റെ ഫേസ് വന്നു. കാരണം നമ്മളിപ്പോ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള പ്രയത്നം കൊണ്ടാണ് ഈ ഫേസ് റിവീൽ ചെയ്യുന്നത്, അല്ലാതെ ഈ വൈറൽ ആയതുകൊണ്ടല്ല അന്ന് ആ ഫേസ് റിവീൽ ചെയ്തത്. അപ്പൊ ആ കൂട്ടത്തില് എടുത്തപ്പോ കോർഡിനേറ്റർമാര് പറഞ്ഞു ഇങ്ങനെ വരുവട്ടോ എന്ന് പറഞ്ഞപ്പോ അത് 2023 വൈറലായത്. ഏതാ ആ ഒരു ഫേസ് കാണിച്ചാൽ തല്ലുപോലുള്ള സീൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് RDX ചെയ്തു, അത് വൈറലായ ശേഷം കേട്ടോ. ആദ്യം ഫസ്റ്റ് മമ്മൂക്കാന്റെ ക്രിസ്റ്റഫർ എന്ന മൂവി റിവ്യൂ പറഞ്ഞു. ക്രിസ്റ്റഫർ, കണ്ണൂർ സ്കോഡ്, മറ്റേ കണ്ണൂർ കൊറോണ പേപ്പേഴ്സ്. അപ്പൊ അതിന്റെയൊക്കെ റിവ്യൂ കഴിഞ്ഞപ്പോഴാണ് ഈ RDXലേക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാ പോയത്. അപ്പൊ അതില് പെട്ടെന്ന് ഡയറക്ടർ നഹാസ് കണ്ടിട്ട് എന്റെ പുറകെ ഇരുന്നു പറഞ്ഞു. നഹാസിന്റെ ഡയറക്ടർ അഭിനയിക്കുന്നുണ്ട് കമന്ററി പറയാനായിട്ട്. അപ്പൊ പുള്ളിയുടെ പുറകിലിരുന്ന ഒരു സംഭവം, ഇങ്ങനെ ഒരു തലയിട്ട് നോക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്തപ്പോ നമ്മള് തിയേറ്ററിൽ പോയി കണ്ടിരുന്നു. തിയേറ്ററിൽ റിവ്യൂ എപ്പോഴും പറയും. അപ്പൊ RDX വന്നപ്പോ ഇറങ്ങിയപ്പോ കണ്ടപ്പോ ഇപ്പൊ 2 വർഷം തോന്നുന്നു ഇറങ്ങിയിട്ട്. അപ്പൊ നമ്മുടെ നീരജ് മതം ഉണ്ടല്ലോ, നീരജ് പറഞ്ഞ് ക്രിക്കറ്റ് സീനിൽ താനുണ്ടല്ലേ കൊള്ളാട്ടാണ്. കാരണം നമ്മളൊരു ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലത്തെ ഒരു സംഭവം ചെയ്തത്. പക്ഷെ അത് നമ്മളിപ്പോ നിലവില് ഫെയിം നിലയിക്കുന്നതുകൊണ്ട് ആ ഒരു സംഭവം പുള്ളി എടുത്ത് പറഞ്ഞു, പെട്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്തപ്പെട്ടു. അപ്പൊ ആൾക്കാരുടെ അപ്രീസിയേഷൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ 2022 തന്നെ റാണി രാജേന്ദ്ര സീരിയല്, അത് മഴവിൽ മനോരമ റിലീസ് ചെയ്തു. എപ്പിസോഡ് 8. അത് അർച്ചന കവിക്കൊപ്പം ഡെലിവറി ബോയ് ആയിട്ടുള്ള ഒരു റോള്. അതാണ് ഫസ്റ്റ് ഡയലോഗ് പറഞ്ഞിട്ടുള്ള റോള്. കാരണം അത് ഡബ് ചെയ്ത വേറെ ആർട്ടിസ്റ്റ് ആണ്, കാരണം സീരിയലിന്റെ ഡബിങ് ഒക്കെ വേറെ ആൾക്കാരായിരിക്കും. അത് അത്യാവശ്യം ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് വൈറലായിരുന്നു ഒരു സമയത്ത്. കാരണം ഈ ഫെയിം വന്ന സമയത്ത് ആ സീൻസ് എടുത്ത് ഇട്ടപ്പോഴേ നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്തു സീൻസ് എടുത്ത്. അപ്പൊ അങ്ങനത്തെ ഒരു ഭാഗങ്ങളൊക്കെ കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വിഷ്ണു കൊച്ചിക്കാരനെ പരിചയപ്പെടാൻ പറ്റിയപ്പോഴാണ് ഈ മീനൂസ് കിച്ചണിലൊരു വേഷം കിട്ടിയത്. അത് നല്ലൊരു വേഷം തന്നെയാണ്, കാരണം ബ്രോക്കർ റാം മനോഹർ എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ടാണ് വന്നിരുന്നത്. അപ്പൊ അത് 4 എപ്പിസോഡ് നിലവില് റിലീസായി, കാരണം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സീരിയലാണ്. അപ്പൊ അത് ഇനി ഒരു 3-4 എപ്പിസോഡ് ഇറങ്ങാനുണ്ട്. അത് വിഷ്ണു കൊച്ചിക്കാരന്റെ ഒപ്പം കോമ്പിനേഷൻ. പിന്നെ അല്ലാണ്ടും ആർട്ടിസ്റ്റുകൾക്കൊപ്പം കോമ്പിനേഷൻ ഉണ്ട്. കൂടുതലും എനിക്കാണ് സീൻസ് കൂടുതൽ, പുള്ളിക്കാരൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അപ്പൊ സീൻസ് കിട്ടുന്നതിൽ നമുക്ക് വലിയ സന്തോഷമൊന്നുമില്ല. പറഞ്ഞാൽ
നമുക്കിപ്പോ ആസ് ആൻ ആർട്ടിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ നമുക്ക്. കാരണം പണ്ട് സിനിമകളിലാണെങ്കിലും മേക്കപ്പ് ഇല്ലാണ്ട് അഭിനയിക്കുന്നു, ഇപ്പൊ സീരിയലില് നമ്മള് മേക്കപ്പ് ചെയ്യുന്നവരെ ലേഡീസ് അല്ല. അത് വലിയ കാര്യമൊന്നല്ല പറഞ്ഞത്, കാരണം ലേഡീസ് പലപ്പോഴും അകറ്റി നിർത്താറുണ്ട് ചിലപ്പോ. ഞാൻ ചില വീഡിയോ കണ്ടിട്ടുണ്ട്, ചിലപ്പോ മലം കയറി പോകുമ്പോ ചില സമയങ്ങളിൽ അവർ ഇറങ്ങി പോകുന്ന രീതിയിലൊക്കെ അങ്ങനത്തെ ഇൻസൾട്ട് വല്ലതും നേരിട്ടുണ്ടോ? ഇൻസൾട്ട് ഉണ്ടല്ലോ, കാരണം നമ്മള് ബസ്സിൽ യാത്ര ചെയ്യുമ്പോ പോലും ഇപ്പൊ ഫെയിം കൂടിയ പിന്നെയാണ് ഈ സീറ്റി വന്ന് ഇരിക്കാൻ തുടങ്ങിയത്. സീറ്റി പണ്ടുണ്ടെങ്കിൽ ഇരിക്കാറുണ്ട്, വൈറലായ പിന്നെ പെട്ടെന്ന് അങ്ങനെ ഇരിക്കാറില്ലായിരുന്നു. വൈറലായ ശേഷം മുമ്പ് വരെ ഇപ്പൊ ഒരു സീറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ പെൺകുട്ടി നമ്മള് ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കയറി ഇരിക്കുമ്പോ ഇവിടെ ഒരു സീറ്റ് ഉണ്ടല്ലോ, കയറി ഇരിക്കുമ്പോ ഇവിടെ ഒരു സീറ്റ് ഇരിക്കുമ്പോ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇരുന്നിട്ട്, പക്ഷെ ഇപ്പൊ വൈറലായ ശേഷം 1-2 പെൺകുട്ടികൾ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് നല്ല അനുഭവങ്ങളുണ്ട്. അപ്പൊ അടുത്ത് തന്നെ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു നമ്മള് ആറാട്ടണ്ണനോടൊപ്പം തന്നെ ഡാൻസ് കളിക്കുന്ന മണവാളന്റെ മാരേജിന് പോയപ്പോഴാണ് അല്ലേ, അവിടെ ഒരു സീക്വൻസ് ആയിട്ട് നല്ല ഡാൻസ് കളിച്ചു. അതൊന്നും നല്ല അടിപൊളിയാണ്. കാരണം ഈ മസ്താനിയൊക്കെ ആയിട്ട് നമ്മൾക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോ ആങ്കർമാരെ നമ്മൾ അങ്ങോട്ട് കയറി ഈ കൃഷി എന്നൊന്നും ഞാൻ പറയാറില്ല, താല്പര്യമില്ല. മസ്താനി തന്നെ ഒരു പ്രാങ്ക് നമ്മൾ ചെയ്തിരുന്നു. പ്രാങ്കിനെ പറ്റി ഞാൻ പറയുന്നില്ല, മലയാളം ഞാൻ റിലീസ് ചെയ്ത്. അപ്പൊ അങ്ങനെ ഒരു ബന്ധമായിരുന്നു മലയാളം ഞാനും തമ്മിൽ. പ്രാങ്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് അത്യാവശ്യം അത് ഫ്രീ കണ്ടിട്ട് നമ്മൾ പൈസ വാങ്ങാറില്ല. കാരണം ഒരു ഫ്രണ്ട്ഷിപ്പിന് കൊടുത്താ പുള്ളിയോ എനിക്ക് ചോദിക്കാൻ തോന്നിയിട്ടില്ല എന്ന് അറിയില്ല. എന്നാലും പുള്ളി എന്തായാലും നമുക്ക് അവരായിട്ട് എന്തെങ്കിലും തരം നമ്മൾ വേണ്ടെന്ന് പറയാറില്ല, വാങ്ങിക്കാറുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ വലിയൊരു പേയ്മെന്റ് ഞാൻ മലയാളം ചോദിക്കാറില്ല, മേടിക്കാറുമില്ല. പക്ഷെ തരാറുണ്ട്, ഇല്ലെന്ന് പറയാനില്ല. പക്ഷെ പുള്ളിയുടെ കല്യാണത്തിന് പോയപ്പോ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പെട്ടെന്ന് സ്റ്റേജിൽ കയറി മലയാളം കൈ കൊടുത്തു, 2 സ്റ്റെപ്പ് ഡാൻസ് കളിച്ചപ്പോ പെട്ടെന്ന് മസ്താനി കയറി വന്നു. പിന്നെ പുറകെ പെമ്പിളാര് ഒരുമിച്ചുള്ള ഡാൻസ്, അതൊക്കെ ഒരു പലർക്കും അടിയാണ്. കാരണം എല്ലാം പറഞ്ഞാൽ എന്നെ പേഴ്സണലി ഒരുപാട് പേർക്ക് എന്ന് പറഞ്ഞാൽ എന്റെ ബന്ധുക്കൾക്ക് ഒരുപാട് പേർക്ക് പുച്ഛമാണ്. എന്ന് പറഞ്ഞാൽ ഈ എന്റെ പ്രായമുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് എന്നെ ഒരു ബ്രദറിലായിട്ട് കാണാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ ഇപ്പൊ എനിക്ക് സ്വന്തം അനിയത്തിയുണ്ട്, ആൻമരി എന്ന പേര്. അവള് എന്നെ ഒരു ആങ്ങളയായിട്ട് അല്ലെങ്കിൽ ഒരു സ്വന്തം ചേട്ടനായിട്ട് കാണുന്നുണ്ട്, മനസ്സിലായി. അല്ലാണ്ട് AJP സെലിബ്രിറ്റി ഇമേജ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ താരം ആ ഒരു രീതിയിലല്ലോ കാണണം. മറ്റുള്ള ആൾക്കാർക്ക് ഇപ്പോ ആ ഒരു രീതിയിലേ കാണാൻ പറ്റുള്ളൂ. താരമല്ലേ, സെലിബ്രിറ്റി അല്ലേ, അതുകൊണ്ട് അടുക്കാൻ പറ്റില്ലല്ലോ എന്നൊരു ടോണുണ്ട്. പക്ഷെ നമ്മളിപ്പോ നിൽക്കുന്ന ഫീൽഡ് ഇത് മീഡിയ അറ്റൻഷനുള്ള ഫീൽഡ് ആയതുകൊണ്ട് മീഡിയ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ നടിമാരാണെങ്കിലും ആങ്കേഴ്സ് ആണെങ്കിലും നമ്മളെ കാണുമ്പോൾ റെസ്പെക്ട് ചെയ്യുമ്പോ ഇല്ലേ, ഈ ഒരു ഫീൽഡായിട്ടൊരു എന്താ പറയാ ഒരു അടുപ്പം വന്നു തുടങ്ങി. ഇപ്പൊ തന്നെ ഒരു പുതിയൊരു പേര് ഞാൻ പറയുന്നില്ല, അടുത്ത ഫംഗ്ഷൻ മലബാറിന്റെ ഫംഗ്ഷൻ ഹിറ്റ് ആയപ്പോ തന്നെ അടുത്ത ഫംഗ്ഷൻ വിളിച്ചു, ബർത്ത്ഡേ ഫംഗ്ഷൻ. അത് ഫ്രീ ആണ്, അത് പേയ്മെന്റ് ഇല്ല. എന്നാലും നമ്മള് വർക്ക് മെയിൻ ഫംഗ്ഷൻ നമ്മൾ പേയ്മെന്റ് വാങ്ങാറുണ്ടല്ലോ ചേട്ടാ, മനസ്സിലായി. എല്ലാത്തിനും നമ്മള് കാരണം നമ്മള് ഈ നിജോ എന്ന് പറഞ്ഞ ചേട്ടന്റെ കല്യാണത്തിന് പോയപ്പോഴാണ് നമുക്ക് നെഗറ്റീവ് ഇമേജ് വന്നു. കാരണം നെഗറ്റീവ് ഇമേജ് എനിക്ക് ബേസിൽ തോന്നിയത്, കാരണം ഒരു പള്ളിയിൽ പോയിട്ട് കെട്ട് കാണണമെന്ന് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും എന്നോട് എന്റെ കൂട്ടുകാർ പോയി പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ പോയി. പിന്നെ നമ്മള് അറിയാലോ, നമുക്കിപ്പോ അറ്റൻഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് ഒരു ധൈര്യക്കുറവുണ്ട് പള്ളിയിൽ ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കുമ്പോ. അപ്പൊ ക്യാമറ എന്റെ നേരേക്ക് ഫോക്കസ് ചെയ്തു, ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ എടുത്തു. അപ്പൊ അവരുടെ സാധനം എടുത്തെന്നൊക്കെ രീതിയിൽ ഇതാക്കി. അവരുടെ ഒരു ക്ലിപ്പിങ്സ് എടുത്തിരുന്നു, പക്ഷെ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തു. പക്ഷെ അവർ വേറൊരു പെണ്ണിന്റെ ഫോട്ടോ നമ്മൾ സൂം ചെയ്തെടുത്തു. അത് നമുക്കറിയില്ല, നമ്മുടെ ക്യാമറമാൻ എടുത്താന്ന് അറിയില്ല. പക്ഷെ എന്തായാലും നമ്മളായിട്ട് ആരെടുപ്പിക്കണല്ലോ. കാരണം ഞാനാണെങ്കിൽ പേഴ്സണലായിട്ട് ഇപ്പോ ഒരുപാട് പേരെടുത്ത് പറഞ്ഞ ഡിസ്റ്റന്റ് ആണെങ്കിലും ഒരുപാട് പെൺകുട്ടികൾ നമ്മളോട് റീൽ ചെയ്യുമ്പോൾ പേയ്മെന്റ് ഞാൻ കൊടുക്കാറുണ്ട്, മനസ്സിലായി. പേയ്മെന്റ് കൊടുത്താണ് ഒരുപാട് പെൺകുട്ടികൾ വന്ന് റീൽ ചെയ്ത് പോകുന്നത്. ഒരു കാലം വരെ നമ്മള് മറ്റേ കസേര കളിക്കാനും പിന്നെന്താണ് മണ്ണപ്പൻ ചുട്ടു അതൊരു സംഭവം ഉണ്ടല്ലോ, മണ്ണപ്പൻ ചുട്ടു നടക്കണ കാലം പാട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മളോട് ഇടപെട്ട ഈ മറ്റേ സഹോദരിമാരെന്ന് പറയാം, കസിൻ സിസ്റ്റേഴ്സ്, അവര് നമ്മളെ ഇപ്പൊ അകറ്റി ഇങ്ങനെ നിർത്തുമ്പോ വേറൊരു കാര്യം പറയാനുള്ളത്, അവരുടെ ഇടയിലും ഒരുപാട് ആ ഒരു പ്രായത്തിലുള്ള ഒരു ചെറുക്കന്റെ കല്യാണം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കല്യാണത്തിന്റെ ബേസിലാണ് അവരെ കളിയാക്കണമെങ്കിൽ ആ പേര് ചെക്കന്റെ പേര് ഞാൻ പറയുന്നില്ല, എന്നെക്കാൾ 2 വയസ്സ് 30. ആ പുള്ളിയുടെ നിക്കാഹ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല, ക്രിസ്ത്യനാണ്.
അപ്പൊ അവര് എന്നെക്കാളും റിച്ച് എന്ന് പറയാൻ ഭയങ്കര റിച്ചാ. കാരണം ഇത് ആരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള വീഡിയോ എന്നല്ല നമ്മൾ പോയി പറയണം. നമുക്ക് എന്നെ പേഴ്സണലി പെരേര ഒരു എടുക്കരുത് എന്ന് പറയാം. ഇത് മറ്റേ പെണ്ണുങ്ങളുടെ വൈറലാക്കല്ലേ എന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യം നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിക്കാം. പക്ഷെ നമുക്കിപ്പോ ഫെയിം ആയിട്ട് നിൽക്കുന്നതല്ല. അപ്പൊ നമുക്കൊരു ധൈര്യക്കുറവില്ല ഉണ്ടല്ലോ. അപ്പൊ അതാണ് നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് പ്രോഗ്രാമിലൊക്കെ പോകുന്നത്. അവിടെ പോയി നമ്മൾ ക്യാമറ ഓൺ ചെയ്യാറുണ്ട്. അതായത് മോശമായിട്ട് എടുക്കാറില്ല, ഒരു പെണ്ണുങ്ങളുടെ വീഡിയോ എടുക്കാറില്ല. ഇപ്പൊ നമ്മൾ അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ തിരിഞ്ഞിരിക്കുന്ന ഒരു മറ്റേ കുറച്ച് പൊതുജനങ്ങളുണ്ട്, അമ്മച്ചിമാരുടെ ആൾക്കാർ. വീഡിയോ ഇപ്പൊ ഞാൻ എന്നെ ഫോക്കസ് ചെയ്യുമ്പോഴേ തിരിഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ വീഡിയോ വരാറുണ്ട്. പക്ഷെ അത് അവർക്ക് പരാതിയില്ല. മനസ്സിലായോ?